പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ്. ഇസ്രയേൽ ഹമാസിനും ഹൂതികൾക്കും അതുപോലെ ഹിസ്ബുള്ളായ്ക്കുമെതിരെയും ഇറാൻ ഇസ്രയേലിനെതിരെയും ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ച കാണുന്നു. അപ്പോൾ അടിയും തിരിച്ചടിയുമായി പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകത്ത് പല വ്യവസായ പ്രമുഖരുടെയും വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും മനസ്സിൽ കനലുകൾ കോരിയിടുകയാണ്. ലോക വ്യാപാരത്തെ ഈ യുദ്ധം എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ ബാധിക്കും, അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. നമുക്കറിയാം, യുദ്ധ മേഖല എന്ന് പറയുന്നത് ഇസ്രയേലിന് ചുറ്റുമുള്ള മേഖലയാണ്. പക്ഷേ ആ പ്രദേശമാകമാനം വിസ്തൃതിയിലേക്ക് യുദ്ധം മാറുകയാണ്. ഇറാൻ കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ യഥാർത്ഥത്തിൽ 2000-ലധികം കിലോമീറ്ററുകളാണ് ഇറാൻ്റെ മിസൈലുകൾ സഞ്ചരിച്ച് ഇസ്രയേലിലെത്തിയത്. അങ്ങനെ വരുമ്പോൾ ജോർദാൻ എന്ന രാജ്യവും ഇറാഖ് എന്ന രാജ്യത്തിൻ്റെയും വ്യോമ അതിർത്തി കടന്നുകൊണ്ടാണ് ഇസ്രയേലിൽ ആ മിസൈലുകൾ എത്തുന്നത്. അപ്പോൾ 3 കടലുകൾ, 2 കടലിടുക്കുകളും 1 കടലും അവിടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളായി മാറുകയാണ്. ഇസ്രയേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധ്യധരണയാഴി, അതായത് മെഡിറ്ററേനിയൻ കടൽ, പിന്നീട് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെങ്കടൽ, അതുമാത്രമല്ല ഇറാൻ്റെ തെക്ക്, അതായത് പേർഷ്യൻ ഗൾഫ് മേഖല, അതായത് UAEയുടെയും കുവൈറ്റിൻ്റെയും ഒക്കെ സമീപത്ത് ഉള്ള കടലിടുക്കായ പേർഷ്യൻ ഗൾഫ്, ഈ 3 കടലിടുക്കുകൾ വളരെ നിർണായകമായ റോള് വഹിക്കുകയാണ്. ഇതിലെയൊക്കെയാണ് ലോകത്തിൻ്റെ എണ്ണ വ്യാപാരം, പ്രത്യേകമായി പറഞ്ഞാൽ ചെങ്കടൽ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അറബിക്കടൽ വഴി ഈ യമൻ്റെ താഴെക്കൂടെ എയ്ഡൻ കടലിടുക്ക് വഴി അകത്തേക്ക് ബാബ് എൽ മന്ദേബ് എന്ന കുപ്പിക്കഴുത്തിലൂടി ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന വെസൽസ് യാത്ര ചെയ്ത് വടക്കോട്ട് യാത്ര ചെയ്ത് സൂയസ് കനാൽ, മനുഷ്യനിർമ്മിതമായ ചെങ്കടലിനെയും മധ്യധരണയാഴിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ വഴി സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിലെത്തി യൂറോപ്യൻ വിപണികളിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ വരുന്ന ചരക്കുകൾ സഞ്ചരിക്കുന്ന ഈ മാർഗം അത് ഹൂതികളുടെ നിയന്ത്രണത്തിലാണിപ്പോൾ. 95% കപ്പലുകളും ഹൂതികളുടെ ആക്രമണം കാരണം വഴിതിരിച്ചു വിടുന്ന കാഴ്ചയാണ്. വഴിതിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി, മൂക്കിനൊരു വലത്ത് വയ്ക്കുന്നത് മാതിരി അത് മുഴുവൻ ചുറ്റി യൂറോപ്പിലെത്തുമ്പോൾ 18 മുതൽ 22 ദിവസത്തെ സമയനഷ്ടമാണ്. അതുമാത്രമല്ല, കോടികളുടെ ഈ പണമാണ് നഷ്ടപ്പെടുന്നത്. ഈ പറയുന്ന കൂടുതൽ ഇന്ധന ചെലവ്, സമയനഷ്ടം, ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽറ്റീസ്, ഇതെല്ലാം കാരണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ലോക വ്യാപാരത്തിൻ്റെ 12% കടന്നു പോകുന്നത് റെഡ് സീ റൂട്ടിലാണ്. അതിന്ന് ഒരു ട്രിക്കിളായി മാറിക്കഴിഞ്ഞു. കേവലം 1% താഴെയായി ആ പ്രദേശത്തെ ലോക വ്യാപാരം പരിമിതപ്പെട്ടു. യുദ്ധം കൂടെ വന്നു കഴിയുമ്പോൾ അടുത്ത കാലത്ത് എങ്ങും പുനഃസ്ഥാപിക്കാനാവാത്ത രീതിയിൽ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം തടയുകയാണ്. അതിലേറെയും ഓയിൽ ടാങ്കേഴ്സ് ആണെന്ന് ഓർക്കണം. ആകെയുള്ള ഓയിൽ ടാങ്കറുകൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കണ്ടെയ്നറുകളുടെ, ലോകത്താകമാനമുള്ള കണ്ടെയ്നറുകളുടെ 30% കടന്നുപോയിക്കൊണ്ടിരുന്നത് ചരിത്രപരമായി ചെങ്കടൽ മേഖലയിലൂടെയാണ്. ബാബൽ മന്ദേബ് വഴി, സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയനിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ യൂറോപ്പിൽ നിന്നുള്ള തിരിച്ചുള്ള കാര്യങ്ങളും. അപ്പം എണ്ണയുടെ വ്യാപാരം, സൗദി അറേബ്യ വലിയ ഒരു എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. സൗദിയുടെ ഓയിൽ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ലോക വിപണികളിൽ എത്തിക്കണമെങ്കിൽ ഇതല്ലാതെ മാർഗമില്ല. അത് കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികളാണ്. അവർ നിരന്തരമായി അതിലേ പോകുന്ന ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെയും കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ലോകത്ത് എണ്ണയുടെ വില കുതിച്ചുയരും. അതുമാത്രമല്ല, എണ്ണ കടന്നു വരുന്ന മറ്റൊരു പ്രധാന പോയിന്റ് ഇതൊന്നുമല്ല, പേർഷ്യൻ ഗൾഫ് മേഖലയാണ്. എന്താണ് നമ്മൾ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന മേഖല എവിടെയാണ്? പേർഷ്യ എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇറാൻ ആണ്. പേർഷ്യൻ എംപയർ, ഇറാൻ ഇറാഖൊക്കെ ചേർന്ന പ്രദേശമായിരുന്നല്ലോ പേർഷ്യൻ സാമ്രാജ്യം. ആ പേർഷ്യയുടെ തൊട്ട് തെക്ക് കടല് ഉള്ളിലേക്ക് വലിഞ്ഞു കിടക്കുകയാണ്. അത് ഒരു ചെറിയ ഉൾക്കടൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് തന്ത്രപ്രധാനമായ രാജ്യങ്ങൾ പലതും, മലയാളികൾ ഏറെ അധിവസിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പിന്നെ സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗം, പിന്നെ അങ്ങ് ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോൾ കുവൈറ്റ്, അതിന് മുമ്പ് ബഹ്റൈൻ, ഖത്തർ, ഈ രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഗൾഫ് മേഖല, ഉൾക്കടൽ മേഖല. ആ മേഖലയിലേക്ക് കടന്നു വരാൻ, ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ ഇറാൻ്റെ കപ്പലുകൾ കൂടി വിചാരിക്കണം. ഇറാൻ്റെ സർവൈലൻസ് അവിടെ വളരെ പ്രധാനമാണ്. ഇറാൻ കപ്പലുകൾ അരങ്ങു വാഴുന്ന ആ പ്രദേശത്ത് സുഗമമായ വ്യാപാരം സാധിക്കണമെങ്കിൽ ഇറാൻ്റെ ആക്രമണ ഭീഷണി നിലവിലുണ്ടെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ
ഓയിൽ വിപണി, ലോകത്തെ എണ്ണ വിപണിക്ക് പനി പിടിച്ചിരിക്കുന്നു. അതിഭയങ്കരമായ ടെമ്പറേച്ചറാണിപ്പോൾ ഓയിൽ പ്രൈസിൽ. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം തുടങ്ങി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില 5% കൂടിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില $70 പെർ ബാരൽ. ഒരു ബാരൽ എന്ന് പറയുന്നത് 159 ലിറ്റേഴ്സാണ്. അങ്ങനെ അസംസ്കൃത എണ്ണ ക്രൂഡ് ഓയിൽ, അങ്ങനെ ആ പ്രദേശത്തു നിന്ന് വരുന്ന ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില $70 താഴെ നിന്നത് $70 മുകളിലെത്തി. യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ, എണ്ണയുടെ സപ്ലൈ കുറയുകയാണെങ്കിൽ അത് ചരിത്രപരമായ വലിയ ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഏതാനും വർഷം മുൻപ് ഗൾഫിൽ വലിയ സംഘർഷമുണ്ടായപ്പോൾ അത് $148 വരെ കൂടിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ത്യ വല്ലാതെ വിഷമിക്കും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യ മാത്രമല്ല, ചൈനയ്ക്കും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങളുടെ ഇക്കോണമികളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള നയങ്ങളും വലിയ പദ്ധതികളും എല്ലാം അവതാളത്തിലാകും. അതിന് ബദലായി മറ്റ് ഊർജ്ജ ഉപാധികൾ മുൻകാലങ്ങളിൽ അമേരിക്ക ഡെവലപ്പ് ചെയ്തു. ഓയിൽ പ്രൈസ് കൂടപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഷെയിൽ എന്ന ഒരു ഇന്ധനം കുഴിച്ചെടുത്തു. പാറയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഇന്ധനമാണ് ഷെയിൽ. ആ ഷെയിലിൻ്റെ വില ഒരു പക്ഷേ ഇപ്പോൾ താണു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഷെയിലിൻ്റെ വിലയും ഉയർന്നു വരും. അതുകൊണ്ട് ലോകത്തെ ഊർജ വിപണി വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദനം തടസ്സപ്പെടും, വിലകളുയരും, ആഗോള സമ്പദ് വ്യവസ്ഥ ചൂടുപിടിക്കും, പിന്നീട് മാന്ദ്യമുണ്ടാകും, സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാകും. ഇതെല്ലാം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന സ്പൈറലിംഗ്, കാസ്കേഡിംഗ് ഇഫക്റ്റായിട്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും തൽക്കാലം ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലോക്കലൈസ് ചെയ്യുകയും ആ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുകയും ഇസ്രയേലിന് ചുറ്റും മാത്രമായി ഒതുങ്ങി നിൽക്കുകയും കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരാതിരിക്കുകയും ലോക വ്യാപാരം, പ്രത്യേകിച്ച് എണ്ണ, പ്രകൃതിവാതക വ്യാപാരം തടസ്സപ്പെടാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി മാറിപ്പോകും. ഏറെക്കാലം ഈ പ്രതിസന്ധി നിലനിന്നാൽ ലോക സമ്പദ് വ്യവസ്ഥകൾ, ലോക ഓഹരി വിപണികൾ തകർന്ന് കൂപ്പുകുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇറാൻ്റെയോ ഇസ്രയേലിൻ്റെയോ വിജയത്തിൻ്റെ വിഷയമല്ല. ഇവിടെ ഇറാൻ അനുകൂല അല്ലെങ്കിൽ ഇസ്രയേൽ അനുകൂല ജിങ്കോയിസത്തിന് ഇവിടെ സ്ഥാനമില്ല. എല്ലാവരെയും ബാധിക്കുന്ന ലോകത്തെ സമസ്ത ജനങ്ങളെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ യുദ്ധം. അത് അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും മനസ്സുകൾക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ആര് ജയിച്ചു, ഇസ്രയേൽ മേൽക്കൈ അല്ലെങ്കിൽ ഇറാൻ മേൽക്കൈ അല്ലെങ്കിൽ അറബികൾക്ക് മേൽക്കൈ അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തിന് മേൽക്കൈ എന്ന രീതിയിൽ വാദപ്രതിവാദങ്ങളിലേക്ക് നീങ്ങാതെ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി ചൊല്ലാവുന്നതേ ഉള്ളൂ.